അൻസിബ കൃത്യമായി പറഞ്ഞു, ഞാൻ AMMA എന്ന് പറയുന്ന സംഘടനയിലെ ആളല്ല, അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ഒരു അംഗമാണ്. നിങ്ങൾ ആ രീതിയിൽ എന്നോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ സംസാരിക്കുക. താരസംഘടനയില്ല അമ്മ. അപ്പൊ താരസംഘടന എന്ന് പറഞ്ഞല്ലോ, ഇനി തുടരാം. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. എനിക്ക് അമ്മ എന്ന സംഘടനയാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സ്മൃതി പരുത്തിക്കാടിനത് പിടിച്ചില്ല. എന്ന് വെച്ചാൽ തിരിച്ചു പറഞ്ഞു, ഞാൻ മാധ്യമ ജഡ്ജിയാണ്, എനിക്കെതിരെ തിരിച്ചു പറയാനൊക്കെ ആയോ എന്നൊക്കെയുള്ള ധാർഷ്ട്യം, അഹങ്കാരം. ഈ മാധ്യമത്തിലിരിക്കുന്നവരാരും ആരുടെയും തലയ്ക്ക് മുകളിലല്ല. എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാ ജോലിയും പോലെ ഈ നമ്മൾ ഈ പാടത്ത് പണിയെടുക്കാൻ പോകുന്നു, പിന്നെ ഹോട്ടലിൽ ജോലിക്ക് പോകുന്നു, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കളക്ടറേറ്റിൽ ജോലിക്ക് പോകുന്നു, കളക്ടറായി ജോലി ചെയ്യുന്നു, ജനാധിപത്യ രീതിയിൽ മുഖ്യമന്ത്രിയായി ജോലി ചെയ്യുന്നു. ഈ ഒരു ജോലി പോലെ ഒരു ജോലി മാത്രമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ആരെയും വിധിക്കാനോ ആരെയും ശിക്ഷിക്കാനോ ഒന്നും നമുക്ക് അവകാശമില്ല. അത് ചിലരുടെ തെറ്റിദ്ധാരണകളാണ്. ഞങ്ങളൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ്, കുറെ ആളുകൾ ഞങ്ങളെ ഇങ്ങനെ പൊക്കി നടക്കുന്നത് കൊണ്ട് ഞങ്ങളൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ് എന്ന് ചിലർ വിചാരിച്ചു വെച്ചേക്കാണ്. അത്തരം കഴിവുള്ള ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നികേഷ് കുമാർ ഒക്കെ അതിൽ വലിയൊരു ഉദാഹരണമുള്ള ആളാണ്. ഇപ്പൊ നികേഷ് കുമാറിനെ പറയുമ്പോൾ പലർക്കും കുരുപൊട്ടും, എങ്കിലും സാരമില്ല. നികേഷ് കുമാറൊക്കെ ഒരിക്കലും മാധ്യമ ജഡ്ജി ഒന്നും ആവാത്ത മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. അപ്പോൾ അതുപോലെ മികച്ച മാധ്യമ പ്രവർത്തകരുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ നല്ല ഇപ്പൊ സുജയ പാർവതി, ഇവരൊക്കെ ഒരിക്കലും മാധ്യമ ജഡ്ജിമാരാകുന്നത് കണ്ടിട്ടില്ല. വേണു ബാലകൃഷ്ണൻ, ഉണ്ണി ബാലകൃഷ്ണനൊക്കെ പലപ്പോഴും ഇരുന്ന് സ്വന്തം രാഷ്ട്രീയം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക എന്നതിനപ്പുറം മാധ്യമ ജഡ്ജികളാവുന്നത് കണ്ടിട്ടില്ല. പക്ഷേ സ്മൃതി പരുത്തിക്കാട് അങ്ങനെയല്ല. ഡോക്ടർ അരുൺകുമാർ ഒക്കെ നല്ല മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. പക്ഷെ ഇവരൊക്കെ മാധ്യമ എന്താ പറയുക ജഡ്ജിമാരാണ്. സിന്ധു സൂര്യകുമാർ, സ്മൃതി പരുത്തിക്കാട് ഒക്കെ മാധ്യമ ജഡ്ജിമാരാണ്. ഇവരൊക്കെ ആരെയും ഇവർക്ക് വിരുദ്ധരായിട്ടുള്ളവരൊക്കെ ഇവരങ്ങ് തറ പറ്റിച്ച് ഇവർ ഇരിക്കുന്ന മാധ്യമത്തിലൂടെ ഇവരുടെ രാഷ്ട്രീയം പ്രകടിപ്പിച്ച് ഇവരങ്ങ് തറ പറ്റിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്.